ആദ്യം ശ്രീ സന്ദീപ് സേനൻ, വലിയ ഹൈപ്പ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും കിട്ടിയിട്ടില്ലാത്ത പ്രചാരണം, ഹൈപ്പ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാന്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന, അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടന, സിനിമാ രംഗത്തെ എല്ലാ സംഘടനകളും ഇത് മലയാള സിനിമയിൽ എന്തോ വലിയൊരു അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നു, നഷ്ടക്കണക്കിൽ നിന്ന് മോചനം കിട്ടാൻ പര്യാപ്തമാകുന്ന ഒന്നാകും എമ്പുരാൻ എന്ന് പറയുന്നു. എന്താണ് ഈ ഇത്ര വലിയ ഹൈപ്പിന് കാരണം? തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ മൂവി അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് മൂവിയായിട്ട് നമുക്ക് നമ്മുടെ മലയാള സിനിമയുടെ ഒരു ടോർച്ച് ബെയറർ മൂവിയായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അതിൻ്റെ മേക്കറായിട്ടുള്ള പൃഥ്വിരാജും അതിലെ പ്രധാന നടനായിട്ടുള്ള ശ്രീ ലാൽ സാറും ആ സിനിമയെ പോർട്രേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് അതിൻ്റെ ട്രെയിലറിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു മച്ച് അവൈറ്റഡ് സീക്വലാണ്, അല്ലെങ്കിൽ ഒരു ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് എ ട്രൈലോജി എന്നാണ് അതിൻ്റെ മേക്കേഴ്സ് തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു സക്സസിൻ്റെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു വലിയൊരു ആൻറ്റിസിപ്പേഷൻ തന്നെയുണ്ട്. അത് വളരെ മച്ച് അവൈറ്റഡ് മൂവിയാണ്. അപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാത്തിരിക്കുന്ന ഒരു വലിയൊരു സീക്വലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു ഒരു ഹൈപ്പ് ഉണ്ടാവും. അത് മാത്രമല്ല, ആ സിനിമയുടെ ട്രെയിലറും അതിൻ്റെ മറ്റ് ടീസറും ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന ഒരു ഇതുണ്ട്, ഇതൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു തിയേറ്റർ വാച്ചും കൂടിയാണ്. ഐമാക്സിൽ അവർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീ ബുക്കിംഗ് നാച്ചുറലി ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ ഈ പറയുന്നത് പോലെ ഒരേ സമയത്ത് എല്ലാ ലാംഗ്വേജിലും വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതാത് സ്ഥലങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി അത് അങ്ങനെ ഒരു വലിയൊരു കണ്ടന്റ് ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ അത്രയും മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കണമല്ലോ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ എല്ലാവരും നോക്കിക്കാണുന്ന സിനിമയാണ്. ഇതുപോലെ തിയേറ്ററുകൾക്ക് ഈ പറയുന്നത് പോലെ രേഖാചിത്രവും ഓഫീസർ ഓൺ ഡ്യൂട്ടിയുമാണ് നന്നായി പോയ ഈ കഴിഞ്ഞ 2 മാസത്തെ ചിത്രങ്ങൾ. അപ്പോൾ അതിനുശേഷം അവർക്ക് അപ്പോൾ 2 സിനിമ മാത്രമായി 2 സമയത്ത് വന്നപ്പോൾ ഉണ്ടാകുമ്പോൾ ചില തിയേറ്ററിൽ ഇപ്പോൾ 4 തിയേറ്ററുള്ള കോംപ്ലക്സ് ഒക്കെ ചിലപ്പോൾ അതിൽ 2 തിയേറ്റർ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി മിക്കവാറുമുള്ള എല്ലാ ഷോകളും എമ്പുരാന് ഒരു സോളോ റിലീസൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മച്ച് എക്സ്പെക്റ്റഡ് ആണ്. അവരുടെ ആ ഒരു മോശം കാലഘട്ടത്തിൽ നിന്നും അവർക്കൊരു ഒരു തിരിച്ചുവരവിന് സാധ്യതയുള്ള ഒരു സിനിമ തന്നെ. ശരിയാണ്. അത് ഫിയോക്കിന്റെ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇത് തിയേറ്റർ ഉടമകളെ പോലും ഇത് ഇപ്പോഴത്തെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറ്റുമെന്ന്. ശ്രീ MC ബോബി,